വെൽക്കം ടു മൂവി ബ്രൈറ്റ്. സൂര്യയെ നായകനാക്കി ഒരുക്കിയ ജയ് ഭീമിന് ശേഷം ജ്ഞാനവേൽ ഒരുക്കുന്ന രജനീകാന്ത് നായകനായെത്തുന്ന വേട്ടയാൻ എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർക്കുള്ളത്. ചിത്രം ഒക്ടോബർ 10-നാണ് തിയേറ്ററുകളിൽ എത്തുന്നത്. സിനിമയിൽ വളരെ സമർത്ഥമായ ക്രിമിനൽ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ IPS ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് എത്തുന്നത്. ജയിലറിന് ശേഷം രജനി പോലീസ് വേഷത്തിൽ എത്തുന്നതിനോടൊപ്പം തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഉയർത്തുന്ന മറ്റൊരു കാര്യം ചിത്രത്തിലെ താരനിരയാണ്. ബോളിവുഡിൽ നിന്നും മലയാളത്തിൽ നിന്നും അടക്കം വമ്പൻ താരങ്ങളാണ് സിനിമയിൽ അണിനിരക്കുന്നത്. സിനിമയിൽ സാക്ഷാൽ അമിതാഭ് ബച്ചനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. 33 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ സിനിമയിലെ തന്നെ 2 സൂപ്പർ താരങ്ങൾ ഒരുമിച്ചെത്തുന്നത്. സിനിമയിൽ സത്യദേവ് എന്ന കഥാപാത്രത്തെയാണ് അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്നത്. എന്നാൽ കഥാപാത്രത്തെക്കുറിച്ച് മറ്റ് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. മലയാളത്തിൽ നിന്നും മഞ്ജു വാര്യർ, ഫഹദ് ഫാസിലും സിനിമയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നുണ്ട്. കൂടാതെ ബിഗ് ബോസ് താരം സാബു മോനും ചിത്രത്തിൽ വേഷമിടുന്നു. ഇവരെ കൂടാതെ റാണ ദഗുപാട്ടി, ഋതിക സിംഗ്, തുഷാര വിജയൻ, റോഹിണി, റാവോ രമേശ് തിലക്, കിഷോർ രക്ഷാൽ, അഭിരാമി എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങൾ ചെയ്യുന്നത്. സിനിമയിൽ സംഗീത സംവിധായകൻ അനിരുദ്ധ രവിചന്ദറും എത്തുന്നുണ്ടത്രേ. കാമിയോ വേഷത്തിലാണ് അനിരുദ്ധ് എത്തുക. 2 മണിക്കൂർ 43 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. UA സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത്. രജനി മറ്റു താരങ്ങളും തീ പാറിക്കുമോ എന്നതാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. പ്രേക്ഷക ശ്രദ്ധ നേടിയ ജയ് ഭീമിന്റെ സംവിധാനത്തിൽ നിന്നും മറ്റൊരു രജനി ഹിറ്റ് ആയിരിക്കുമോ ചിത്രം എന്നതാണ് ആരാധകരുടെ ആകാംക്ഷ. വേട്ടയൻ പതിവ് രജനി ചിത്രത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണെന്നാണ് നേരത്തെ അനിരുദ്ധ് രവിചന്ദർ വ്യക്തമാക്കിയത്. യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കഥയാണിത്. പ്രേക്ഷകർക്ക് വളരെ എളുപ്പത്തിൽ സിനിമ കണക്ട് ആവുമെന്നതായിരുന്നു അനിരുദ്ധ് പറഞ്ഞത്. വേട്ടയാനിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് രജനീകാന്ത് തന്നെയാണ്. 100 മുതൽ 120 കോടി വരെയാണ് അത്രേ അദ്ദേഹത്തിന്റെ പ്രതിഫലം. അമിതാഭ് ബച്ചനും ചിത്രത്തിന് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പ്രതിഫലം താരതമ്യേന വളരെ കുറവാണ്. കാരണം മുഴുനീള കഥാപാത്രമല്ല അദ്ദേഹം അവതരിപ്പിക്കുന്നത്. 7 കോടിയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നാണ് വിവരം. ഫഹദ് ഫാസിലിന്റെ പ്രതിഫലം 4 കോടിയാണത്രേ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിമാരിൽ ഒരാളാണ് മഞ്ജു വാര്യർ. 1 കോടി വരെയാണ് പ്രതിഫലമെന്നാണ് റിപ്പോർട്ട്. എന്നാൽ വെട്ടയാനിൽ 85 ലക്ഷമാണ് മഞ്ജുവിന്റെ പ്രതിഫലമായി ലഭിച്ചതെന്നാണ് വിവരം. റാണിക്ക് 5 കോടിയും ഋഷിക സിംഗിന് 25 ലക്ഷവുമാണ് പ്രതിഫലമായി ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളെ കുറിച്ച് മഞ്ജു വാര്യർ സംസാരിച്ചിരുന്നു. സന്തോഷിക്കാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടെന്നാണ് മഞ്ജു വാര്യർ പറഞ്ഞത്. സന്തോഷിക്കാൻ വേണ്ടി ഒന്നിനും കാത്തിരിക്കേണ്ടതില്ല. ഒന്നുമില്ലെങ്കിലും സന്തോഷമായിരിക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ സന്തോഷമായിരിക്കണം. പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിന്റെ സഹായം അതിനു വേണ്ട. എന്നെ സംബന്ധിച്ച് മ്യൂസിക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒപ്പം വേണം എന്നൊന്നുമില്ല. ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരുന്നാലും ഞാൻ ഹാപ്പിയാണ്. അത് നല്ലതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒന്നും ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാം. നമ്മൾ തന്നെ നമ്മളെ സന്തോഷമായി വെക്കണമെന്ന് മഞ്ജു വാര്യർ ചൂണ്ടിക്കാട്ടി. രജനീകാന്തിനൊപ്പമുള്ള അനുഭവം മഞ്ജു വാര്യർ പങ്കുവച്ചിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അദ്ദേഹത്തിന് മുമ്പിൽ മണ്ടിയാകരുത് എന്നുണ്ടായിരുന്നു. അതിനാൽ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചു. എന്നാൽ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് നന്നായി സംസാരിച്ചു. അസുരൻ കണ്ടിരുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ ബൈക്ക് ഓടിക്കുമോ എന്ന് ചോദിച്ചതായും മഞ്ജു പ്രതികരിച്ചിരുന്നു.